ഓക്കെ, നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു. കുറേ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഓക്കെ, ഒരു 4-5 ഫീച്ചേഴ്സ്. ഓക്കെ, ദർ ആർ ഓൺലി 4 or 5 ഫീച്ചേഴ്സ് ഫോർ ദിസ് മാർജിനൽ utility approach. First one is that utility can be measured cardinally, okay, in terms of number of units like 1, 2, 3 etc. That was their main postulate. And secondly, there is a hypothesis of independent utilities that there's constant marginal utility of money, and we use introspective method to measure utility. Okay, so these were the main features of or essential characteristics of the utility approach adopted by or promoted by Alfred Marshall. And now we are coming to the next part, where we are going to define or connect the relationship between marginal utility and total utility through a graphical interpretation. Okay, സോ ഈ ക്ലാസ്സിൽ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമുക്കെങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, ഈ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ദി കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദി മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, ദി അഡീഷണൽ യൂട്ടിലിറ്റി യു ആർ ഗെറ്റിംഗ് ഫ്രം ദി അഡീഷണൽ an incremental unit of the consumption of that particular commodity that we call as marginal utility. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് കാണും. പക്ഷേ നമുക്കറിയാലോ, ഈ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ചല്ല, യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ ഒരു കോർണർ സ്റ്റോണാണ് ഇത് ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, സോ ദി കോൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദി യൂട്ടിലിറ്റി അപ്രോച്ച്. Marginal utility can be derived from the total utility with additional consumption. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു. ആ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? അത് ടോട്ടൽ യൂട്ടിലിറ്റി എന്നാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് വിത്ത് അഡീഷണൽ കൺസംഷൻ ഓഫ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ അഡീഷണൽ കൺസംഷൻ വിത്ത് ഈച്ച് അഡീഷണൽ യൂണിറ്റ്. ഓക്കെ, each additional unit, okay, of the consumption of that particular commodity from which we get that particular level of utility from each and every unit, you know, from this unit it is maybe 10 utility, this may be utility from 8-9 unit, you know, utilities 8 utilities from this unit, 7 utilities from this unit, and 6 utilities from this unit. So each and every unit, with each and every additional unit of the commodity consumed, you can get an additional utils of the utility. Okay, 10 utils, 9 utils, 8 utils, 7 utils, 6 utils, etc. When you are adding all these additional utility, we call them as marginal utility, because you know it is in one unit in addition to the existing total, we get the total utility. Okay, we will see how this total utility can be obtained, and how what is the nature of relation between the total utility and marginal utility. Okay, following table shows the marginal utility is out of the consumption of mangoes, which also shows the idea of diminishing marginal utility. Okay, now we are going to see a particular diagram. Okay, ഈ diagram നമുക്ക് 2 പേജിലായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കുക, സാരമില്ല. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മാംഗോസ് നമ്മൾ കൺസ്യൂം ചെയ്യുക. ഒന്നാമത്തെ യൂണിറ്റ് മാംഗോ കൺസ്യൂം ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 100 യൂട്ടിലിറ്റി നമുക്ക് കിട്ടി. ഓക്കെ, 100 യൂട്ടിൽസ്. ഓക്കെ, നമ്മളതിനെ യൂട്ടിൽസ് നടക്കുക. അപ്പോൾ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി 100 ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിന് നമുക്ക് കിട്ടിയത് 100 കൂട്ടിയാൽ മതി. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തപ്പം 1-നും 2-നും കൂടെ കൂടി നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. 1-നും 2-നും കൂടെ കൂട്ടി നമുക്ക് 150 കിട്ടി. അപ്പോൾ 1-ന് എത്ര കിട്ടിയായിരുന്നു? 100. അപ്പോൾ ആ 100 നമ്മൾ മൊത്തം രണ്ടാമതും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടിയ 150 കുറയ്ക്കുമ്പോൾ നമുക്ക് 80 കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തേന്ന് എത്ര കിട്ടി. വളരെ കോമൺ സെൻസോടെ രണ്ടാമത്തേന്ന് നമുക്ക് 80 കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. ദ ലാസ്റ്റ് യൂണിറ്റ് ഈസ് ദ സെക്കൻഡ് യൂണിറ്റ്. ഫ്രം ദി സെക്കൻഡ് യൂണിറ്റ് യു ഗോട്ട് ഹൗ മച്ച്? 80 utils. So that 80 utils is the marginal utility. Okay, that 80 utils is the marginal utility. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. 80 എന്നുള്ളതാണ് മാർജിനൽ യൂട്ടിലിറ്റി. സോ 100 ശ്രദ്ധിക്കുക, 100 and 80 റിമെമ്പർ. സോ 100 നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്, അപ്പോൾ സെക്കൻഡ് യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടി. ഓക്കെ, അപ്പോൾ 180 - 100 നമുക്ക് 80 യൂട്ടിൽസ് ആയിരിക്കും.
ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് തേർഡ് നമ്മൾ പറയാം, മൂന്നാമത്തെ യൂണിറ്റും കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 240 യൂണിറ്റ് കിട്ടി. അപ്പം 240 നമുക്ക് 180 2 യൂണിറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല ടോട്ടൽ യൂട്ടിലിറ്റി. നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എത്രയാണ് നമ്മുടെ മാർജിൻ യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റിന് എത്ര കിട്ടിയെന്ന്. അത് മൂന്നാമത്തെ യൂണിറ്റ് നമുക്ക് 60 യൂണിറ്റ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നാമത്തെ യൂണിറ്റ് നമുക്ക് 100 യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 100ആണ്. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 150 കിട്ടി. അപ്പോൾ ഈ 150 100 കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടുമെന്ന് പറയും, 80 യൂട്ടിലിറ്റി കിട്ടി. Okay, then comes the third unit. When you consume the third unit, the total utility increases to 240. Okay, ഇനി ആ 240ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ 150 കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് എത്ര കിട്ടുന്നത്, 60 യൂണിറ്റ്. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഓരോ മാർജിൻ യൂണിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നമുക്ക് അറിയാൻ വേണ്ടി ഏറ്റവും നല്ല എളുപ്പവഴി വരയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല എളുപ്പവഴി അറിയാം, ഒന്നാമത്തെ യൂണിറ്റ്. ഓക്കെ, വാങ്ങിക്കോ, അത് നമുക്ക് ഒന്നാമത്തെ 100 കിട്ടി. അപ്പോൾ ടോട്ടൽ 100, ഇത് ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ ഇടുവാണ് ഏറ്റവും നല്ല മാർജിൻ യൂട്ടിലിറ്റി ഇവിടെയാണ്. രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ 80, മൂന്നാമത്തെ യൂണിറ്റ് 60, നാലാമത്തെ യൂണിറ്റ് 40, അഞ്ചാമത്തെ യൂണിറ്റ് പിന്നെ 20 ഉണ്ടോ 20, ആറാമത്തെ യൂണിറ്റ് 0, ഏഴാമത്തെ യൂണിറ്റ് -20 അല്ലേ, 20ൻ്റെ അപ്പോൾ ഒരു പോക്കുണ്ടോ. അപ്പോൾ ഇതിന് ഇങ്ങനെ നമുക്ക് ഓടിച്ച് വിടുവാണെങ്കിൽ നമുക്ക് ചില അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 100 80 കൂടെ 180, അപ്പോൾ 150 6 കൂടെ 240, 240 280 അല്ലേ, 250 300, 300 ഇവിടെ 300 തന്നെ 0 കൂടി 300 20 കുറയ്ക്ക് വേണ്ടി, അപ്പോൾ 280 അല്ലേ. ഇങ്ങനെ നമുക്ക് എടുക്കാം, ഭയങ്കര എളുപ്പം. ഇത് മാർജിൻ യൂട്ടിലിറ്റി കൂട്ടിയാൽ മൂന്നാമത്തെ യൂണിറ്റ്, നാലാമത്തെ യൂണിറ്റ്, അഞ്ചാമത്തെ യൂണിറ്റ്, ആറാമത്തെ യൂണിറ്റ്, ഏഴാമത്തെ യൂണിറ്റ്. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടേബിൾ നമ്മൾ ഉണ്ടാക്കുക. ഒന്നുകൂടെ ഞാൻ ടേബിൾ ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ പോയതാ പറ്റിയത് നമ്മൾ, കാരണം മാർജിൻ യൂട്ടിലിറ്റി നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ 100 യൂട്ടിലിറ്റി കിട്ടുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, 100 യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുന്നു, 80 യൂട്ടിലിറ്റി കിട്ടുന്നു. അപ്പം 80 100 കൂടെ കിട്ടുന്നു 150. പിന്നെ അടുത്തത് യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 60 യൂട്ടിലിറ്റി കൂടെ കിട്ടുമ്പോൾ 100 150 600 കൂടി 240, 60 കൊടുക്കുന്നത് 240. അപ്പോൾ ഇതാണ് ശരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി. ഇതാണ് ഓരോ യൂണിറ്റും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ആ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, അതിൻ്റെ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ടെക്നിക്ക് ഭയങ്കര ഈസിയാണ്, അല്ല നമുക്ക് കാണാൻ പഠിച്ചുകൊണ്ട് കൊണ്ട് കാര്യമില്ല. Okay, let me give you that method once again. So you explain the unit of consumption, first unit, second unit. Okay, first unit you got 100 units, 100 utils. Okay, total utility is 100, total utility. This is called a marginal utility, because the utility you get from the additional unit of the commodity consumed is called marginal utility. Okay, അപ്പോൾ അതുകൊണ്ട് മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് കൺസ്യൂം ചെയ്ത യൂട്ടിലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ച് 80 ഇനി രണ്ടാമത്തെ കൺസ്യൂം ചെയ്തപ്പോൾ 80 യൂട്ടിലിറ്റി, അപ്പോൾ അടുത്ത് 180 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് 60 ഏറ്റവും അവസാനം ഇതിൽ 3 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് 240. ഓക്കെ, നാലാമത്തേന്ന് 40 യൂട്ടിലിറ്റി 280, അഞ്ചാമത്തേന്ന് 20 യൂട്ടിലിറ്റി 300 അല്ലേ, ആറാമത്തേന്ന് 0 കിട്ടി അവിടെ 300. മനസ്സിലായല്ലോ. ഇനി അടുത്തത് -20 അവിടെ നമുക്ക് എത്രയും 280. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് you can derive or explain margin utility and total utility, margin utility and total utility. Okay, from this table it is visible that the total utility is increasing with the additional consumption of mangoes. It goes up to reach maximum and then declines. Okay, അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ ആദ്യമേ കൂടി വരും. അപ്പോൾ കൂടി എത്ര വരും, ഇവിടെ വരുമ്പോൾ ഈ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ചിത്രത്തിൽ പോയി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് 280 അല്ലേ, നമ്മൾ ഈ എക്സാമ്പിൾ 280. അത് കഴിയുമ്പോഴത്തേക്ക് കുറയോ, അത്രയാണ് ഇവിടെ 260. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറയാണ്. ഓക്കെ, ആദ്യം ഇങ്ങനെ കൂടി വന്നിട്ട് ഏറ്റവും അവസാനം മാക്സിമത്തിൽ എത്തിച്ചിട്ട് പിന്നെ സ്റ്റേഷനറി ആയിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരിക. സോ ദിസ് ഈസ് വേ ഇൻ വിച്ച് ദി ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി കൺസംപ്ഷൻ ഓഫ് ദി പർട്ടിക്കുലർ കമ്മോഡിറ്റി. Then we are getting the total utility curve and the marginal utility curve. See, this is the total utility curve, this is the marginal utility curve. Okay, so the total utility curve, this is the total utility curve. Okay, then the marginal utility is
ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ യൂണിറ്റ് ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും എഴുതിയിടണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്വാണ്ടിറ്റി എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്തു ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, അപ്പം ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. നമുക്ക് പിടികിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക. ഇത് തന്നെയാണ് നമ്മുടെ സ്ലോപ്പ്. എന്താണ് നമ്മുടെ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ്, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് ഞാൻ ഒരിക്കൽ കാണിക്കാം. ദിസ് ഈസ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ് എനി പോയിൻ്റ് ചെരിവെന്ന് അതിനർത്ഥം. ഇവിടെ ചെരിവ് കുറഞ്ഞ് വരിക നമുക്ക് ഈ ലൈനിൽ ഇതുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ മുകളിലോട്ടൊരു ഡയഗ്രാം കാണിക്കാം. ഇങ്ങനെ താഴെ വരയ്ക്കാം. ഓരോ പോയിന്റിലും സ്ലോപ്പ് വരയ്ക്കാൻ നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കണം. ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പോൾ സ്ലോപ്പ് ചെരിവ് കുറഞ്ഞ് വരിക. ഇവിടെ വരുമ്പോഴത്തേക്കും സ്ലോപ്പ് 0 അത് കഴിയുമ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കുറയുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓരോ പോയിന്റിലുമാണ് സ്ലോപ്പ്. അപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര സ്ലോപ്പ് കൂടുതലാണ് ഈ ലൈനിൽ. കാരണം എന്താ, ഇങ്ങോട്ട് കുത്തനെയാണ്. ഇവിടെ സ്ലോപ്പ് കുറയുക, സ്ലോപ്പില്ല. ഇങ്ങോട്ട് കുറഞ്ഞു വരും. ഇവിടെ സ്ലോപ്പ് ഒട്ടുമില്ല. മനസ്സിലായല്ലോ. അപ്പോൾ സ്ലോപ്പ് കുറയുകയാണ്. ഇവിടെ മാക്സിമം സ്ലോപ്പ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഈ പോയിന്റിൽ ഓരോ പോയിന്റിലും ഇങ്ങനെ നമ്മൾ ഒരു പോയിന്റ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് സ്ലോപ്പ് കുറയാമെന്ന് പറയാം. സ്ലോപ്പ് കുറഞ്ഞു വരിക. മനസ്സിലായല്ലോ. ഇവിടെ വരുമ്പോൾ സ്ലോപ്പ് 0 ഈ സ്ലോപ്പ് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി. സോ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് TU. ടോട്ടൽ യൂട്ടിലിറ്റി it is also called marginal utility. Okay, it is also called marginal utility. അപ്പോൾ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അതാണ് സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ യൂട്ടിലിറ്റി. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് വാട്ട്, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, പിടികിട്ടിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മാർജിനൽ യൂട്ടിലിറ്റി തന്നെയാണ് സ്ലോപ്പ്. അതിൻ്റെ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് യൂട്ടിലിറ്റി എത്രമാത്രം ചേഞ്ച് ചെയ്തു, ക്വാണ്ടിറ്റി കൂടിയതുകൊണ്ട് യൂട്ടിലിറ്റി എത്രമാത്രം കൂടി. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്ലോപ്പ് കാണിക്കുന്നത്. സോ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണ് മാർജിനൽ യൂട്ടിലിറ്റി. ചേഞ്ച് ഇൻ യു ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ ആണ് സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ യൂട്ടിലിറ്റി. സോ അത് തന്നെയാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, പിടികിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു, ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. ഇതാണ് സ്ലോപ്പ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി സ്ലോപ്പാന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കൺസംഷൻ ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്താണ്, ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്ന ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ യൂട്ടിലിറ്റി ഇവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ y ആക്സിസിൽ ഇതാണ് എക്സ് ആക്സിസിലാണ് നമ്മൾ എന്ത് അടയാളപ്പെടുത്തുക, ക്വാണ്ടിറ്റി അടയാളപ്പെടുത്തുക. y ആക്സിസ് നമ്മൾ യൂട്ടിലിറ്റി അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് യൂട്ടിലിറ്റി ഇങ്ങോട്ട് കൂടി വന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ വരുമ്പോൾ പിന്നെ യൂട്ടിലിറ്റി കൂടുന്നില്ല, പിന്നെ യൂട്ടിലിറ്റി കുറയുക. അപ്പോൾ അതിൻ്റെ ഒരു ഈക്വലൻ്റാണ് ഇതുണ്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്ലോപ്പ് കുറഞ്ഞു ഇവിടെ വരുമ്പോൾ 0 അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് 0 ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആകും. ഓക്കെ, സോ സ്ലോപ്പാണല്ലോ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റിയുടെ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണല്ലോ മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് 0 ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാവും, 0 ആവും. എപ്പോഴാണ് ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് 0 ആകുന്നത്, ഇവിടെ 0 ആവും അല്ലേ. അന്നേരം മാർജിനൽ യൂട്ടിലിറ്റി 0 ആവും. നമ്മൾ ആ ഡയഗ്രാം നോക്കുക, ടേബിൾ നോക്കുക. ഇതുണ്ടോ, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിട്ട്. അപ്പം ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്, 0 ആണ്. ഓക്കെ, സോ ഒരിക്കൽ ഇവിടെ നോക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയി, മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്, 0 ആണ്. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കുറയുക, അന്നേരം മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുക. ഇതുണ്ടോ. ഓക്കെ, സോ സെയിം തിങ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദിസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടം വരെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അന്നേരം മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കും.
whenever the total utility is increasing, marginal utility, when total utility is increasing, marginal utility is positive. Okay, when total utility is maximum, marginal utility is 0. When total utility decreases, marginal utility is നെഗറ്റീവ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി കൂടുവാണ്, പോസിറ്റീവാണ്, കൂടുവാണ്, പക്ഷേ കൂടുന്നതിൻ്റെ നിരക്ക് കുറവാണ്. അപ്പോൾ കൂടുവാണ് പക്ഷേ കൂടുന്നതിൻ്റെ നിരക്ക് കുറവാണ്. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി കുറയുവാണ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി കുറയുക, കൂടുന്നതിൻ്റെ നിരക്ക് കുറവ് നമുക്ക് കണ്ടറിയാം. ആദ്യം എത്രയായിരുന്നു കൂടുന്നത് ഇവിടെ കണ്ടറിയാം. ആദ്യം നമ്മൾ 100 പിന്നെ 80 കൂടുന്നതിൻ്റെ നിരക്ക് 80 കുറഞ്ഞു, കൂടുന്ന നിരക്ക് 60 കുറഞ്ഞു, കൂടുന്ന നിരക്ക് 40 കുറഞ്ഞു, കൂടുന്ന നിരക്ക് 0 ആയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കൂടുന്ന നിരക്ക് കുറയുന്നതുകൊണ്ടാണ് മാർജിനൽ യൂട്ടിലിറ്റി താഴോട്ട് വരുന്നത്. ഓക്കെ, 80 നിന്ന് 60 നിന്ന് 40 പിന്നെ 20 പിന്നെ ഏറ്റവും സ്ഥാനം 0. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം മാർജിനൽ യൂട്ടിലിറ്റി 0 ആവും. കാരണം ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് 0 ആവുക എന്നാണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയോ 0 ആവും. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുക, അന്നേരം മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. റിമെമ്പർ, marginal utility is the slope of what? Total utility, and that is equal to change in utility divided by change in quantity consumed of that particular commodity. Okay, so the total utility curve shows the relation between the consumption of the commodity and the utility derived from. As per the diagram, the total utility of the consumer goes up initially, reaches the maximum and then declines. Okay, the path of the utility curve shows that as the consumer increases the consumption of the commodity, utility from each additional unit decreases. മനസ്സിലായല്ലോ? അതായത് utility curve shows that as the consumer increases the consumption of the commodity, utility from each additional unit decreases. അപ്പോൾ ആ യൂട്ടിലിറ്റി ഓരോ അഡീഷണൽ യൂണിറ്റിൻ്റെയും യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഒരെണ്ണം ദർവേസ് മാർജിനൽ യൂട്ടിലിറ്റി decreases. Marginal utility എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. There are 3 important phases of total utility. The total utility curve for the consumer increases up to point T. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ് T എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി. ഇതാ പോയിന്റ് T, അവിടം വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? then total utility becomes maximum at point T. Total utility reaches maximum at point T. Then total utility decreases after point T. Total utility അത് കഴിഞ്ഞ് point T കഴിഞ്ഞ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, then the increasing stationary and declining portion of the total utility curve reflects a law of diminishing marginal utility. ഇതാണ് law of diminishing marginal utility. ഈ marginal utility എന്ത് ചെയ്യുക? ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് മാക്സിമം, ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസസ്. ഇറ്റ് ഷോസ് ദി ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി ദെൻ സിമിലർലി മാർജിനൽ യൂട്ടിലിറ്റി കാർ ഓൾസോ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി ടോട്ടൽ യൂട്ടിലിറ്റി കാർ. നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണ് ഈ കാർവ് കിട്ടിയത്, നമുക്ക് ഇവിടെ നിന്നാണ് ഈ കാർവ് കിട്ടിയത്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്നാണ് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കാർ. ടോട്ടൽ യൂട്ടിലിറ്റി കാർവിൻ്റെ സ്ലോപ്പാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി കാർവിൻ്റെ സ്ലോപ്പാണ് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. അത് തന്നെയാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. അതുകൊണ്ട് ഇതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു മിറർ ഇമേജാണ് ഈ ടോട്ടൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി മിറർ ഇമേജാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, സോ ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കും കൂടെ ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദി ബേസിക് റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ ആൻഡ് മാർജിൻ. ടോട്ടലും മാർജിൻ തമ്മിൽ ബന്ധം. ടോട്ടലിൻ്റെ സ്ലോപ്പാണ് എന്ത്? മാർജിനൽ. നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണ് ടോട്ടലിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ടോട്ടൽ റവന്യൂവിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടലും മാർജിനും സാമാന്യ ബന്ധം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പാണ് മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ആഡിങ് ദി യൂട്ടിലിറ്റി from each additional units of the commodity. Here diagrammatically, marginal is the slope of the total. The rate of change in the total is reflected in the marginal. Hence, in the case of utility analysis, marginal utility curve is the slope of total utility curve. Marginal utility ഇതാണ് സ്ലോപ്പ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് is change in utility divided by change in quantity of consumed of that particular commodity. At any point of the total utility curve, the total utility will be equal to marginal utility of all those units consumed. Okay, hence there is strong bondage between total utility curve and the marginal utility curve. Marginal utility curve is shown in lower part of the diagram. നമ്മൾ കണ്ടതാണ്. Okay, then first when the total utility curve is increasing up to point T, marginal utility curve is falling.
but mu is positive and the total until total utility reaches maximum point at point T. Okay, now we see that in the diagram. Second, I delete it. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നോക്കിയിട്ട് കാണുന്നില്ല, ഭയങ്കര പാടാണ്. കൂടുതൽ നമ്മൾ വരച്ചുകൊണ്ടാണ് പറ്റിപ്പോയി. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്യാം, ഇത് ഓരോന്നും എടുത്ത് ഡിലീറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോ വ്യൂ എടുക്കാം. ഓക്കെ, സോ അതുപോലെ ആ ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പറയാൻ എന്താണ്, അപ് ടു പോയിന്റ് ടിയിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അതുവരെ മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കും. ഈ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം മാർജിൻ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് 0. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവും. അത് കഴിഞ്ഞ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യാണ്. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും? മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, 1 സെക്കൻഡ്, നമുക്കപ്പോൾ അകത്തേക്ക് പോകാം. Then when the total utility reaches maximum, the marginal utility becomes 0 and hence the marginal utility curve touches the x-axis in the diagram. Okay, so this is marginal utility. Marginal utility becomes 0 when total utility is maximum. When total utility reaches maximum, then it will become 0. Okay, then the third stage, when total utility curve is falling, okay, at this part, okay, when marginal utility becomes negative. Okay, here it is that relation by total utility, rather utility divided by change in quantity. Change in utility divided by change in quantity is less than 0. What is less than 0? Less than 0 is negative. Okay, so marginal utility becomes negative when total utility is falling. Okay, then that is the 3 stages of marginal utility with respect to one total utility which we saw from the diagram above. Okay, but first stage, this is the stage when total utility is increasing, marginal utility is positive. This is the first stage. Corresponding to that, here it is the first stage. Then the second stage, total utility is maximum, marginal utility is 0. Okay, here it is a maximum and then it becomes 0. Then total utility is falling, then marginal utility is negative. Okay, marginal utility becomes negative. Okay, so these are the 3 stages for the operation of the total utility and its relationship with the marginal utility. Okay, so നമുക്ക് ഈ ടോപ്പിക്ക് തീർന്നു. അതുകൊണ്ട് ഇനി അടുത്ത ടോപ്പിക്ക് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ദി ഡിഫറെൻറ്റ് ഓർ 3 സ്റ്റേജസ് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി. ഈ ഷെഡ്യൂൾ നമ്മൾ ഫസ്റ്റ് ഓർത്തേക്കണം. ഷെഡ്യൂളിൽ നമുക്ക് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സിമിലർലി ദി സെയിം ഡയഗ്രാം ഈസ് ഹിയർ, ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ആൻഡ് ഇൻക്രീസിംഗ് പാർട്ട്, then total utility reaches maximum, total utility becomes negative, correspondingly there is marginal utility, then marginal utility is the slope of the total utility curve. The 3 phases we are going to see. The relation between total utility and marginal utility ഒക്കെ നമ്മൾ കണ്ടു. മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവാണ്, മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങളിത് ഈ നോട്ടിൽ നിന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ.